കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾ തങ്ങൾക്കാവശ്യമായ വെളിച്ചം സ്വീകരിച്ചത് ശ്രീനാരായണ ഗുരുവിൽ നിന്നാണെന്ന് പ്രശസ്ത കവി കുരീപ്പുഴ ശ്രീകുമാർ. ഇടുക്കി ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പുസ്തകോത്സവത്തിന് തൊടുപുഴയിൽ തുടക്കമായി. വെങ്ങല്ലൂർ ഷെറോൺ കൾച്ചറൽ സെന്ററിൽ ഈ മാസം 27, 28, 29 തീയതികളിലാണ് പുസ്തകോത്സവം നടത്തുന്നത്. പ്രശസ്ത കവി കുരീപ്പുഴ ശ്രീകുമാർ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾ തങ്ങൾക്ക് ആവശ്യമായ വെളിച്ചം സ്വീകരിച്ചത് ശ്രീനാരായണ ഗുരുവിൽ നിന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു. നാരായണ ഗുരുവിന്റെ കാലത്ത് കേരളത്തിൽ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു, തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി, കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ലൈബ്രറി. ഈ ലൈബ്രറിയിൽ നാരായണ ഗുരുവിന് പ്രവേശനം ഇല്ലായിരുന്നു. തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയുടെ ആരംഭകാലത്ത് ആ ലൈബ്രറിയിൽ പ്രവേശനം ഉണ്ടായിരുന്നത് തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾക്കും ബ്രിട്ടീഷ് പ്രതിനിധിയായിട്ട്, ബ്രിട്ടന്റെ പ്രതിനിധിയായിട്ട് ഇവിടെ വന്ന ഉദ്യോഗസ്ഥന്മാർക്കും മാത്രമായിരുന്നു. ആ ലൈബ്രറിയിൽ പ്രവേശിക്കാതെയാണ് നാരായണ ഗുരു ലോകത്തിന്റെ തത്വങ്ങളും അടിസ്ഥാന തത്വങ്ങളും മനസ്സിലാക്കിയത്. സംഘാടക സമിതി ചെയർമാൻ KM ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജിജി കെ ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി. എറണാകുളംകാരി KJ നളിനി എന്ന് പറയുന്ന സ്ത്രീ, അവര് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൂടെ ഖസാക്കിന്റെ ഇതിഹാസം വായിച്ചു തുടങ്ങുമ്പോൾ പൂർണ്ണ ഗർഭിണിയാണ്. ഓരോ ആഴ്ചയും ഖസാക്കിന്റെ ഇതിഹാസം വായിച്ചിട്ട് തന്റെ വലത് കൈ അടിവയറ്റിൽ വയറിനോട് ചേർത്ത് പിടിച്ചിട്ട് ഇടത് കൈ ആ പുസ്തകവും പിടിച്ച് കണ്ണും ശിരസും മുകളിലേക്ക് ഉയർത്തി അവർ പ്രാർത്ഥിക്കുമായിരുന്നു. അടുത്തയാഴ്ച ഖസാക്കിന്റെ ഇതിഹാസം കൂടി വായിച്ചിട്ട് എനിക്ക് പ്രസവിക്കാൻ ഇട വന്നാൽ മതിയായിരുന്നു. നഗരസഭ ചെയർപേഴ്സൺ സബീന ബിഞ്ചു, ലൈബ്രറി കൗൺസിൽ സ്റ്റേറ്റ് കൗൺസിൽ അംഗം TR ഹരിദാസ്, തൊടുപുഴ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജോർജ് അഗസ്റ്റിൻ, നഗരസഭാ കൗൺസിലർമാരായ നിധി മനോജ്, ജോസഫ് ജോൺ, TR സോമൻ, N രവീന്ദ്രൻ, K ജയചന്ദ്രൻ, VV ഷാജി, TN ബാലകൃഷ്ണൻ തുടങ്ങിയവർ യോഗത്തിൽ പ്രസംഗിച്ചു. മീഡിയ ടുഡേ ന്യൂസ്, തൊടുപുഴ. എല്ലായിടത്തും വൈഫൈ, എല്ലാത്തും ഇന്റർനെറ്റായേ, നാട് മുഴുവൻ ഡിജിറ്റൽ, നാട്ടാരെല്ലാം ഹൗസിംഗിലാണ്. എന്നാ സ്പീഡാ കേരള മിഷൻ, എല്ലാവർക്കും ഇന്റർനെറ്റായി, എല്ലായിടത്തും നെറ്റായി. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.